അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികളോട്, അനുചരരോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങളുടെ സന്തോഷങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കണം. നമ്മുടെ കളിയും ചിരിയും തമാശകളും എല്ലാം അവസാനിപ്പിച്ച് നാളെ നീണ്ടു നിവർന്ന് കിടന്നു കൊടുക്കേണ്ടി വരുന്ന ഒരു മരണമില്ലേ? അത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് എന്റെ മരണത്തെക്കുറിച്ചാണ്. എല്ലാവരും എന്റെ മയ്യത്ത് വന്ന് കാണുന്ന ആ രംഗം എന്റെ വീട്ടിലെ വിശാലമായ ഹാളിൽ എന്നെ മലർത്തി കിടത്തിയിട്ടുണ്ട്. എന്റെ ജ്യേഷ്ഠനാനുജന്മാർ എന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. പലരും വരുന്നു, എന്നെ കാണുന്നു. ചിലരൊക്കെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് നമുക്ക് ഓരോരുത്തർക്കും പ്രായമോ പക്വതയോ ആണോ പെണ്ണോ മുതിർന്നവരോ ചെറിയവരോ എന്ന വ്യത്യാസമില്ലാതെ അനുഭവിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും സ്ഥിരം താമസിക്കാൻ ഈ ദുനിയാവിൽ അവസരം കൊടുത്തിട്ടില്ല. അഫ ഇമ്മിത്ത്, ലോകത്തിന്റെ പ്രവാചകനായ താങ്കൾ പോലും മരിച്ചു പോകുമെങ്കിൽ ഫഹുമുൽ ഖാലിദൂൻ, പിന്നെ ആരാണ് ഇവിടെ സ്ഥിരമുണ്ടാവുക? ഞാനും നിങ്ങളുമൊക്കെ മരണമെന്ന കവാടത്തിലൂടെ കടന്നു പോകും. അള്ളാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കും. മരണത്തിന് രുചി എന്തെന്നറിയും. മരണത്തിന്റെ രംഗം ഓരോരുത്തരും കടന്നു പോകേണ്ടി വരും എന്ന് അള്ളാഹു പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് എവിടെ വെച്ചാ നമുക്കൊരിക്കലും അറിയില്ല.